ഹലോ എവരിവൺ, ദിസ് ഇസ് ജി പി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജി പിസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ CBSE 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കായ ഹണി ഡ്യൂ ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ലെസൻ്റെ 3ാമത്തെ പാർട്ടാണ് നോക്കുന്നത്. ഇതിനു മുമ്പ് ഉള്ള പാർട്ട് കാണാത്തവർ അത് ആദ്യം കാണണം. ഈ ലെസൻ്റെ പേര് ബിപിൻ ചൗധരീസ് ലാപ്സ് ഓഫ് മെമ്മറി എന്നാണ്. ഇതിനു മുമ്പുള്ള പാർട്ടുകൾ കാണാനായിട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ GB's ക്ലാസ്സസിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് എന്ന് വരും. പിന്നെ അടുത്ത പേജിൽ പിന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പല പ്ലേലിസ്റ്റുകൾ കാണാം, ഒന്നിന് പുറകെ ഒന്നായിട്ട്. അപ്പോൾ ഈ ക്ലാസ് 8 ഇംഗ്ലീഷിൻ്റെ ആ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എല്ലാ ക്ലാസ്സുകളെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് 3ാമത്തെ പാർട്ട് നമുക്ക് നോക്കാം. ആഫ്റ്റർ ലഞ്ച് ടൈം ബിപിൻ ബാബു റിയലൈസ്ഡ് that he couldn't possibly carry on sitting at his desk and working. ലഞ്ച് സമയം കഴിഞ്ഞപ്പോൾ ബിപിൻ ബാബു മനസ്സിലാക്കി that he couldn't possibly carry on. അദ്ദേഹത്തിന് ആ ഡെസ്കിലിരുന്നു കൊണ്ട് ജോലി ചെയ്യൽ കണ്ടിന്യൂ ചെയ്യുക. ക്യാരി ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക. അവിടെ ഇരുന്ന് ആ ജോലികൾ കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് വിഷമമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ദിസ് ഹാഡ് നെവർ ഹാപ്പൻഡ്. ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഇൻ ദ 25 years 25 വർഷമായിട്ട് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നു. ആ കമ്പനിയുടെ കൂടെയാണ്. ദ 25 years ഹി ഹാഡ് ബീൻ വിത്ത് ദ ഫേം. ആ കമ്പനിയുടെ കൂടെയാണ്. ഫേം എന്ന് പറഞ്ഞാൽ കമ്പനി. ആ 25 വർഷത്തിലൊരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഹി ഹാഡ് എ റെപ്യൂട്ടേഷൻ ഫോർ ബീയിങ് എ ടയർലെസ് കൺസൻഷ്യസ് വർക്കർ. അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ ആ കമ്പനിയിലെന്ന് പറഞ്ഞാൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആൾ. കൺസൻഷ്യസ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ ആൻഡ് കറക്റ്റ്. വളരെ ശ്രദ്ധയോടെ വളരെ കറക്റ്റായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഈ ബിപിൻ ചൗധരി. But today his head was in a whirl. Head was in a whirl എന്ന് പറഞ്ഞാൽ confused or unable to think clearly. കൺഫ്യൂസ്ഡും ശരിയായി ചിന്തിക്കാനും പറ്റുന്നില്ല അയാൾക്ക്. ബാക്ക് ഹോം അറ്റ് 2:30 ഉച്ചയ്ക്ക് 2:30 വീട്ടിലോട്ട് തിരിച്ചുപോയി. അവിടെ വീട്ടിലെത്തിയിട്ട് ബിപിൻ ചൗധരി lay down in bed and tried to gather his wits together. അപ്പോൾ ബിപിൻ ബാബു വീട്ടിൽ പോയി ഒന്ന് കിടന്നിട്ട് ട്രൈ ടു ഗ്യാദർ ഹിസ് വിറ്റ്സ് ടുഗെദർ എന്ന് പറഞ്ഞാൽ മേക്ക് എൻ എഫേർട്ട് ടു ബിക്കം കാം ആൻഡ് തിങ്ക് ക്ലിയർലി. കാം ആവാനും ശാന്തനാവാനും ശരിക്കായി ചിന്തിക്കാനും ശ്രമിക്കുക. അപ്പോൾ കിടന്ന അദ്ദേഹം അതിന് ശ്രമിച്ചു. ഹി ന്യൂ ദാറ്റ് ഇറ്റ് വാസ് പോസിബിൾ ടു ലൂസ് വൺസ് മെമ്മറി ത്രൂ ആൻ ഇഞ്ചുറി ഇൻ ദ ഹെഡ്. തലയ്ക്ക് വല്ല പരുക്കും പറ്റിക്കഴിഞ്ഞാൽ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ മെമ്മറി, ഓർമ്മശക്തി ഇല്ലാതാവാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. ബട്ട് ഹി ഡിഡ് നോ ഓഫ് എ സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് someone remembering everything except one particular incident. അദ്ദേഹത്തിന് അറിയില്ല. എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ ആ ഒരു ഇൻസിഡൻറ്റ് മാത്രം, ആ ഒരു സംഭവം മാത്രം, റാഞ്ചിയിൽ പോയ ആ സംഭവം മാത്രം എങ്ങനെ ഒരാൾക്ക് മറക്കാൻ പറ്റും? ആൻഡ് എ ഫെയർലി റീസെൻറ്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് വൺ അറ്റ് ദാറ്റ്. അതും അധികം മുമ്പല്ലാത്ത, ഒരുപാട് പുറകിലോട്ട് പോകേണ്ട കാര്യമില്ല, 6-7 വർഷം മുമ്പുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ് എങ്ങനെ മറക്കാൻ പറ്റും? ഹി ഹാഡ് ഓൾവേസ് വാണ്ടഡ് ടു ഗോ ടു റാഞ്ചി. അദ്ദേഹം റാഞ്ചിയിൽ പോകണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ടു ഹാവ് ഗോൺ ദേ ടു ഡൺ തിങ്സ് ആൻഡ് നോട്ട് ടു റിമെമ്പർ വാസ് സംതിങ് അട്ടർലി ഇമ്പോസിബിൾ. അവിടെ പോയി പല കാര്യങ്ങളും ചെയ്യലും, അതുപോലെ തന്നെ ആ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാതിരിക്കുക എന്ന് പറയുന്നത് അട്ടർലി ഇമ്പോസിബിളാണ്, കംപ്ലീറ്റ്ലി ഇമ്പോസിബിളാണ് അങ്ങനെ സംഭവിക്കുന്നത്.
അറ്റ് 7:30 7:30 ബിപിൻ ബാബു സെർവൻറ്റ് കെയിം. ബിപിൻ ബാബുവിൻ്റെ വേലക്കാരൻ വന്നു ആൻഡ് അനൗൺസ്ഡ് എന്ന് പറഞ്ഞു, ചുന്നി ബാബു സർ, ചുന്നി ബാബു വന്നിരിക്കുന്നു. സേസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ചുന്നി ബാബു പറയുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അദ്ദേഹത്തെ കാണണമെന്ന്. അദ്ദേഹത്തിന് താങ്കളെ കാണണം, ബിപിൻ ബാബുവിനെ കാണണം. ബിപിൻ ബാബു ന്യൂ ദാറ്റ് ചുന്നി ഹാഡ് കം ഫോർ. എന്തിനാണ് ഈ ചുന്നി വന്നിരിക്കുന്നത് എന്ന് ബിപിൻ ബാബുവിനറിയാം. ചുന്നിലാൽ എന്നാണ് ശരിക്കും പേര്. ചുന്നിലാൽ ഹാഡ് ബീൻ അറ്റ് സ്കൂൾ വിത്ത് ഹിം. സ്കൂളിൽ ബിപിൻ ബാബുവിൻ്റെ കൂടെയായിരുന്നു ചുന്നിലാൽ. ഹി ഹാഡ് ബീൻ ഹാവിങ് എ റഫ് ടൈം. അദ്ദേഹം ഈ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്ത ആളാണ്. ഹി ഹാഡ് ബീൻ ഹാവിങ് എ റഫ് ടൈം. റഫ് ടൈം എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടൈം, ഹാവിങ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ഒരുപാട് പ്രോബ്ലംസ് ഇവിടെ കടന്നു പോവുകയാണ് ചുന്നിലാൽ. ആൻഡ് ഹാഡ് ബീൻ കമ്മിങ് ടു സീ ഹിം അബൌട്ട് എ ജോബ്. ഒരു ജോലിക്ക് വേണ്ടിയാണ് ഇദ്ദേഹത്തെ കാണാൻ വരുന്നത്. ബിപിൻ ബാബു ന്യൂ ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ടു ഡു എനിത്തിങ് ഫോർ ഹിം. ചുന്നിലാലിനായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നത് പോസിബിൾ അല്ല, സംഭവമല്ല എന്ന് ബിപിൻ ബാബുവിനറിയാം. ഇൻഫാക്ട് ടോൾഡ് ഹിം സോ. ഇൻഫാക്ട് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ജോലിക്കാര്യത്തിൽ എന്ന് പറയുകയും ചെയ്തു. ബട്ട് ചുന്നി കെപ്റ്റ് ടേണിങ് അപ്പ് ലൈക്ക് എ ബാഡ് പെന്നി. എന്നാലും ചുന്നിലാൽ വീണ്ടും വരികയായിരുന്നു. ലൈക്ക് എ ബാഡ് പെന്നി. ടേണിങ് അപ്പ് ലൈക്ക് എ ബാഡ് പെന്നി എന്ന് പറഞ്ഞാൽ അപ്പിയറിങ് അറ്റ് എ പ്ലേസ് വെയർ വൺ ഈസ് നോട്ട് വെൽക്കം. സ്വാഗതം ചെയ്യാത്ത ഒരു സ്ഥലത്ത് പിന്നെയും വരിക. അതിനെയാണ് ടേണിങ് അപ്പ് ലൈക്ക് എ ബാഡ് പെന്നി എന്ന് പറയുന്നത്. ബിപിൻ ബാബു സെൻഡ് വേർഡ്, അതായത് വേലക്കാരനോട് പറഞ്ഞു വിട്ടു. നോട്ട് ഓൺലി വാസ് ഇറ്റ് നോട്ട് പോസിബിൾ ഫോർ ഹിം ടു സീ ചുന്നി നൗ. ചുന്നിയെ ഇപ്പോൾ കാണാൻ പറ്റുകയില്ല എന്ന് മാത്രമല്ല, ബട്ട് നോട്ട് ഇൻ സെവറൽ വീക്സ്. ഒരുപാട് ആഴ്ചകളോളം ആ ചുന്നിലാലിനെ എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിട്ടു. ബട്ട് ആസ് സൂൺ ആസ് ദി സെർവൻറ്റ് സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് ദ റൂമിന് പുറത്തിറങ്ങിയപ്പോഴേക്കും ഇറ്റ് സ്ട്രക്ക് ബിപിൻ ബാബു ദാറ്റ് ചുന്നി മൈറ്റ് റിമെമ്പർ സംതിങ് അബൌട്ട് ദി 58 ട്രിപ്പ്. ആ 1958 ആ ട്രിപ്പിനെ കുറിച്ച് ചിലപ്പോൾ ചുന്നിക്ക് വല്ല ഓർമ്മയും കാണുമായിരിക്കും എന്ന് ബിപിൻ ബാബുവിന് തോന്നി. ദർ വാസ് നോ ഹാം ഇൻ ആസ്കിങ് ഹിം. അദ്ദേഹത്തോട് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ബിപിൻ ബാബുവിന് തോന്നി. ബിപിൻ ബാബു ഹറീഡ് ഡൗൺ ദ സ്റ്റേഴ്സിൽ നിന്ന് സ്റ്റെപ്സുകൾ ഇറങ്ങി വേഗത്തിൽ താഴോട്ട് വന്നു. ആൻഡ് ഇൻ ടു ദ ലിവിങ് റൂമിലോട്ട് വന്നു. ചുന്നി വാസ് എബൌട്ട് ടു ലീവ്. ചുന്നിലാൽ അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുകയായിരുന്നു. ബട്ട് സീയിങ് ബിപിൻ ബാബു അപ്പിയർ ഹി ടേൺഡ് അറൗണ്ട് ഹോപ്പ്ഫുള്ളി. അപ്പോൾ ബിപിൻ ബാബുവിനെ കണ്ടപ്പോൾ ചുന്നിലാൽ പോകാൻ നിന്ന ചുന്നിലാൽ വളരെ ആശയോടെ തിരിഞ്ഞു ബിപിൻ ബാബുവിനെ നോക്കി. ബിപിൻ ബാബു ഡിൻറ്റ് ബീറ്റ് അറൗണ്ട് ദ ബുഷ്. ബിപിൻ ബാബു ഒരുപാട് കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിന്നില്ല. ഡിൻറ്റ് ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും മെയിൻ പോയിന്റിൽ വരാതെ, നമ്മുടെ കാര്യം എന്താണ് ചോദിക്കാനുള്ളത് അത് പോയിന്റിൽ പറയാതെ അതിനെക്കുറിച്ച് പല ഡീറ്റെയിൽസും കൊടുക്കുന്നതാണ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. പക്ഷേ ഇവിടെ ഡിൻറ്റ് ബീറ്റ് അറൗണ്ട് ദ ബുഷ്, കെയിം സ്ട്രെയിറ്റ് ഇൻ ടു ദ പോയിന്റിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വന്നു. ലിസൺ ചുന്നി, ഐ വാണ്ട് ടു ആസ്ക് യു സംതിങ്. നിങ്ങളോട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. യു ഹാവ് എ ഗുഡ് മെമ്മറി. നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയില്ലേ? ആൻഡ് യു ഹാവ് ബീൻ സീയിങ് മീ ഓഫ് ആൻഡ് ഓൺ ഫോർ എ ലോങ് ടൈം. നിങ്ങൾ എന്നെ ഒരുപാട് കാലമായി കാണുന്നു. ഓഫ് ആൻഡ് ഓൺ എന്ന് പറഞ്ഞാൽ നൗ ആൻഡ് ദെൻ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്നെ കാണാറുണ്ട്. നൗ ത്രോ യുവർ മൈൻഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് പുറകിലോട്ട് ചിന്തിക്കൂ, ഓർത്തെടുക്കാൻ ശ്രമിക്കൂ. ആൻഡ് ടെൽ മീ, ഡിഡ് ഐ ഗോ ടു റാഞ്ചി ഇൻ 58? ഞാൻ റാഞ്ചിയിലോട്ട് 1958 പോയിരുന്നോ എന്ന് ഓർത്തെടുത്ത് പറയൂ. അപ്പോൾ ത്രോ യുവർ മൈൻഡ് ബാക്ക് എന്ന് തിങ്ക് ബാക്ക് ആൻഡ് റീകോൾ എ പാസ്റ്റ് ഇവൻറ്റ്. കഴിഞ്ഞു പോയ ഒരു സംഭവത്തെക്കുറിച്ച്
ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതിനാണ് പറയുന്നത് തിങ്ക് ബാക്ക്, ത്രോ യുവർ മൈൻഡ് ബാക്ക്. ഓ ചുന്നി സെഡ്, ചുന്നി പറഞ്ഞു 58, 1958. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ 58 ഓർ ഇറ്റ് വാസ് 59. ചിലപ്പോൾ 58 59 ആയിരിക്കാം. യു ഷുവർ ദാറ്റ് ഐ ഡിഡ് ഗോ ടു റാഞ്ചി. അപ്പോൾ ബിപിൻ ബാബു ചുന്നിലാലിനോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറാണ് ഞാൻ പോയിട്ടുണ്ട്, റാഞ്ചിയിൽ പോയിട്ടുണ്ട് എന്നത്. ചുന്നീസ് ലുക്ക് ഓഫ് അമേസ്മെൻറ്റ് വാസ് നോട്ട് അൺമിക്സ്ഡ് വിത്ത് വറി. ചുന്നിയിൽ ഒരു ഭാവവ്യത്യാസവും കണ്ടില്ല. ആൻഡ് ഡു യു മീൻ യു ഹാവ് ഡൗട്ട്സ് അബൌട്ട് ഹാവിങ് ഗോൺ അറ്റ് ഓൾ? അപ്പോൾ ചുന്നിലാൽ ചോദിക്കുകയാണ് നിങ്ങൾക്ക് അവിടെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഡൗട്ട്സ് ആണോ, സംശയമുണ്ടോ? അപ്പോൾ ബിപിൻ ബാബു ഡിഡ് ഐ ഗോ, ഞാൻ പോയിരുന്നോ? ഡു യു റിമെമ്പർ ക്ലിയർലി, നിനക്ക് ഉറപ്പാണോ? നീ ക്ലിയറായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ നിനക്ക്? ഞാൻ ഉറപ്പായിട്ട് പോയിരുന്നോ എന്ന് കൺഫേം ചെയ്യുകയാണ് അവിടെ ബിപിൻ ബാബു. ചുന്നി സാറ്റ് ഡൗൺ ഓൺ ദ സോഫ. ചുന്നി സോഫയിലിരുന്നു ആൻഡ് ഫിക്സ്ഡ് ബിപിൻ ബാബു വിത്ത് എ ലോങ് ഹാർഡ് സ്റ്റെയർ ആൻഡ് സെഡ്. ബിപിൻ ബാബുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, ബിപിൻ, യു ഹാവ് ടേക്കൺ ടു ഡ്രഗ്സ് ഓർ സംതിങ്? നിങ്ങൾ വല്ല ഗുളികകളോ മരുന്നുകളോ വല്ലതൊക്കെ കഴിക്കുന്നുണ്ടോ? ആസ് ഫാർ ആസ് ഐ നോ യു ഹാഡ് എ ക്ലീൻ റെക്കോർഡ് വെയർ സച്ച് തിങ്സ് വെർ കൺസേൺഡ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലീൻ റെക്കോർഡുള്ള ആളാണ്. നിങ്ങൾ ഡ്രഗ്സോ ഡ്രിങ്ക്സോ ഒന്നും കഴിക്കാത്ത ആളാണെന്ന് എനിക്കറിയാം. ഐ നോ ദാറ്റ് ഓൾഡ് ഫ്രണ്ട്ഷിപ്സ് ഡോണ്ട് മീൻ മച്ച് ടു യു. ഓൾഡ് ഫ്രണ്ട്ഷിപ്സുകളൊന്നും നിങ്ങൾക്ക് വളരെ വലിയ കാര്യമല്ല എന്നെനിക്കറിയാം. ബട്ട് അറ്റ്ലീസ്റ്റ് യു ഹാഡ് എ ഗുഡ് മെമ്മറി. നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. യു കാൺട്ട് റിയലി മീൻ ദാറ്റ് യു ഹാവ് ഫോർഗോട്ടൺ അബൌട്ട് ദ റാഞ്ചി ട്രിപ്പ്. ഐ കാൺട്ട് റിയലി മീൻ, എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല നിങ്ങളെങ്ങനെ ആ റാഞ്ചി ട്രിപ്പിനെ കുറിച്ച് മറന്നിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണിത് മറക്കാൻ കഴിയുക? ബിപിൻ ബാബു ഹാഡ് ടു ടേൺ അവേ ഫ്രം ചുന്നീസ് ഇൻക്രെഡുലസ് സ്റ്റെയർ. ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ സർപ്രൈസിങ് ആയിട്ടുള്ള സർപ്രൈസ് ആയിക്കൊണ്ട് ചുന്നിലാൽ ബിപിൻ ബാബുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞു, അദ്ദേഹത്തിൽ നിന്ന് ഫേസ് തിരിച്ചു ബിപിൻ ബാബു. ഡു യു റിമെമ്പർ വാട്ട് മൈ ലാസ്റ്റ് ജോബ് വാസ്? ആസ്ക്ഡ് ചുന്നിലാൽ. അപ്പോൾ ചുന്നിലാൽ ചോദിച്ചു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എൻ്റെ അവസാനത്തെ ജോലി എന്തായിരുന്നെന്ന്? ഓഫ് കോഴ്സ് യു വർക്ക്ഡ് ഇൻ എ ട്രാവൽ ഏജൻസി. എനിക്കറിയാം, ഓഫ് കോഴ്സ് അറിയാം. യു വർക്ക്ഡ് ഇൻ എ ട്രാവൽ ഏജൻസി. ട്രാവൽ ഏജൻസിയിലായിരുന്നു നീ ജോലി ചെയ്തിരുന്നത് എന്ന് എനിക്കറിയാം. You remember that, and you don't remember that it was I who fixed up your railway booking for Ranchi. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാനൊരു ട്രാവൽ ഏജൻ്റ് ആയിരുന്നെന്ന്, ട്രാവൽ ഏജൻസിയിലായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് അത് ഓർമ്മയില്ല. ഐ വാസ് ഹൂ ഫിക്സ്ഡ് അപ്പ് യുവർ റെയിൽവേ ബുക്കിംഗ് ഫോർ റാഞ്ചി. നിങ്ങളുടെ റെയിൽവേ ബുക്കിംഗ്, റാഞ്ചിയിലോട്ടുള്ള ട്രെയിൻ ബുക്ക് ചെയ്തത് ഞാനായിരുന്നു എന്ന് നിങ്ങൾ മറന്നിരിക്കുന്നു. I went to the station to see you off. നിങ്ങൾ റാഞ്ചിയിലോട്ട് പോകുമ്പോൾ നിങ്ങളെ ട്രെയിൻ കയറ്റി വിടാനായിട്ട് ഞാനും വന്നിരുന്നു. വൺ ഓഫ് ദ ഫാൻസ് ഇൻ യുവർ കമ്പാർട്ട്മെൻറ്റ് വാസ് നോട്ട് വർക്കിംഗ്. നിങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിലെ ഒരു ഫാന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഐ ഗോട്ട് എൻ ഇലക്ട്രീഷ്യൻ ടു ഫിക്സ് ഇറ്റ്. ഞാനൊരു ഇലക്ട്രീഷ്യനെ വിളിച്ചത് നേരാക്കിപ്പിച്ചു. ഹാവ് യു ഫൊഗോട്ടൺ എവറിത്തിങ്? നിങ്ങൾക്ക് ഇതെല്ലാം മറന്നോ? ഇതെല്ലാം നിങ്ങൾ മറന്നുപോയോ? വാട്ട് എവർ ഈസ് ദ മാറ്റർ വിത്ത് യു? നിങ്ങൾക്ക് എന്ത് പറ്റി? യു ലുക്ക് ടു വെൽ, യു ഡോണ്ട് ലുക്ക് ടു വെൽ. നിങ്ങൾക്ക് എന്തോ പറ്റിയിരിക്കുന്നു. നിങ്ങൾ സാധാരണയായി എങ്ങനെയാണോ അങ്ങനെയല്ല കാണപ്പെടുന്നത്. You look tired, you look confused, you look sick. Bipin Babu sighed. ദീർഘനിശ്വാസം വിട്ടു ബിപിൻ ബാബു ആൻഡ് shook his head. എന്നിട്ട് തലയാട്ടി. I have been working too hard, he said at last.
അപ്പോൾ വിപിൻ ബാബു പറഞ്ഞു, ഞാൻ ഒരുപാട് കൂടുതലായിട്ട് വർക്ക് ചെയ്തു, അതുകൊണ്ടായിരിക്കാം, ജോലി ഭാരമുള്ളതുകൊണ്ടായിരിക്കാം. ദാറ്റ് മസ്റ്റ് ബി ദ റീസൺ. അതായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ കാരണം. മസ്റ്റ് സീ അബൌട്ട് കൺസൾട്ടിങ് സ്പെഷ്യലിസ്റ്റ്. മസ്റ്റ് സീ അബൌട്ട് കൺസൾട്ടിങ് എ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടി വരും, ഒരു ഡോക്ടറെ കാണേണ്ടി വരും. മസ്റ്റ് സീ അബൌട്ട് കൺസൾട്ടിങ് എന്ന് പറഞ്ഞാൽ may have to consult a doctor. Doubtless it was Bipin's condition which made Chunilal leave without mentioning anything about a job. അതായത് ആ ബിപിൻ ബാബുവിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയെക്കുറിച്ച് ചോദിക്കാനുള്ള സമയമല്ല. അപ്പോൾ ആ ജോബിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ ചുനിലാൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പരേഷ് ചന്ദ്ര was a young physician with a pair of bright eyes and a sharp nose. വളരെ ബ്രൈറ്റ് ഐസും ഷാർപ്പ് നോസും ഉള്ള ഒരു യുവാവായ ഫിസിഷ്യനാണ് പരേഷ് ചന്ദ. He became thoughtful when he heard about Bipin Babu's symptom. ബിപിൻ ബാബു പോയി ആ ഡോക്ടറെ കണ്ടു, ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ he became thoughtful, ചിന്തയിലായി. ആൻഡ് heard about ബിപിൻ ബാബു സിംറ്റംസ്. ബിപിൻ ബാബുവിൻ്റെ സിംറ്റംസിന് ലക്ഷണങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് കൺഫ്യൂസ്ഡായി. ലുക്ക് ഡോക്ടർ ചന്ദ, സെഡ് ബിപിൻ ബാബു സെഡ് ഡെസ്പറേറ്റ്ലി. വളരെ നിരാശനായിക്കൊണ്ട് ഡോക്ടറോട് പറയുന്നത്, ലുക്ക് ഡോക്ടർ ചന്ദ, നോക്കൂ ഡോക്ടർ ചന്ദ, യു മസ്റ്റ് ക്യൂർ മീ ഓഫ് ദിസ് ഹൊറിബിൾ ഇൽനെസ്. ഈ ഹൊറിബിളായ ഈ വളരെ ഹൊറിബിളായി ഈ അസുഖത്തിൽ നിന്ന് എന്നെ ക്യൂർ ചെയ്യണം, എൻ്റെ അസുഖം മാറ്റി തരണം. ഐ കാൻ ടെൽ യു ഹൗ ഇറ്റ്സ് അഫക്റ്റിംഗ് മൈ വർക്ക്. എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല എങ്ങനെയാണ് അതെന്നെ, എത്രത്തോളം അതെൻ്റെ ജോലിയെ ബാധിക്കുന്നു എന്നത്. ഡോക്ടർ ചന്ദ ഷുക്ക് ഹി സെഡ്. ഡോക്ടർ ചന്ദ തലയാട്ടി. യു നോ വാട്ട് മിസ്റ്റർ ചൗധരി, ഹി സെഡ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്കറിയോ മിസ്റ്റർ ചൗധരി, ബിപിൻ ചൗധരി. ഡോക്ടർ പറയാണ്, ഐ ഹാവ് നെവർ ഹാഡ് ടു ഡീൽ വിത്ത് എ കേസ് സച്ച് ആസ് യേഴ്സ്. നിങ്ങളെ പോലുള്ള ഒരു കേസ്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളോടുള്ള ഒരു കേസ് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, ഇതുവരെ ഡീൽ ചെയ്തിട്ടില്ല. ഫ്രാങ്ക്ലി, ശരിയായിട്ട് പറയുകയാണെങ്കിൽ, തുറന്നു പറയുകയാണെങ്കിൽ, ദിസ് ഈസ് ക്വൈറ്റ് ഔട്ട്സൈഡ് മൈ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഇത് വളരെ വളരെ വ്യത്യസ്തമാണ്. ബട്ട് ഐ ഹാവ് വൺ സജഷൻ. എനിക്കൊരു സജഷൻ ഉണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് വിൽ വർക്ക്. എനിക്കറിയില്ല അത് വർക്കൗട്ട് ആവുമോ എന്ന്. ബട്ട് ഇറ്റ്സ് വർത്ത് എ ട്രൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇറ്റ് ക്യാൻ ഡു നോ ഹാം. ഒരു നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാനൊരു സജഷൻ പറയാം, അതുപോലെ നിങ്ങൾ ചെയ്യൂ. ബിപിൻ ബാബു ലീൻഡ് ഫോർവേഡ് ആങ്ഷ്യസ്ലി. കുറച്ചുകൂടി മുമ്പോട്ട് നീങ്ങി ആങ്ഷ്യസായിട്ട് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാനായിട്ട് ശ്രമിച്ചു എന്താ അദ്ദേഹം പറയുന്ന സജഷൻ എന്ന്. ആസ് ഫർ ആസ് ഐ ക്യാൻ മേക്ക് ഔട്ട് സെഡ് ചന്ദ പറഞ്ഞു, നിങ്ങളുടെ കണ്ടീഷനിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ, ആൻഡ് ഐ തിങ്ക് യു ആർ ഓഫ് ദ സെയിം പ്രോബ്ലം. യു മസ്റ്റ് ഹാവ് ബീൻ ടു റാഞ്ചി, ബട്ട് ഡ്യൂ ടു സം അൺനോൺ റീസൺ ദ എൻറ്റയർ എപ്പിസോഡ് വാസ് സ്ലിപ്ഡ് ഔട്ട് ഓഫ് യുവർ മൈൻഡ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ പോയി കാണും റാഞ്ചിയിലോട്ട്. എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റാത്ത അറിയാൻ പറ്റാത്തൊരു റീസൺ കാരണം നിങ്ങൾ ആ മൊത്തം എപ്പിസോഡ്, ആ റാഞ്ചിയിൽ പോയ മൊത്തം കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് മാഞ്ഞു പോയിരിക്കാം. ഹാസ് സ്ലിപ്ഡ് ഔട്ട് ഓഫ് യുവർ മെമ്മറി. നിങ്ങളത് മറന്നു കാണാം. വാട്ട് ഐ സജസ്റ്റ് ഈസ് ദാറ്റ് യു ഗോ ടു റാഞ്ചി വൺസ് അഗെയിൻ. എൻ്റെ സജഷൻ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കൽ കൂടി റാഞ്ചിയിലോട്ട് പോകണം. ദ സൈറ്റ് ഓഫ് ദ പ്ലേസ് യു റിമൈൻഡ് യു ഓഫ് യുവർ ട്രിപ്പ്. ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ആ സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ട്രിപ്പിനെ കുറിച്ച് ചിലപ്പോൾ ഓർമ്മ വന്നേക്കാം. ദിസ് ഈസ് നോട്ട് ഇമ്പോസിബിൾ. അത് ഇമ്പോസിബിൾ അല്ല, സംഭവിക്കാൻ പറ്റുന്ന കാര്യമാണ്. മോർ ദാൻ ദാറ്റ് ഐ കൻ നോട്ട് ഡു അറ്റ് ദ മൊമെൻറ്റ്. ഈ സമയം ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല ഈ കാര്യത്തിൽ. ഐ എം പ്രിസ്ക്രൈബിങ് എ നെർവ് ടോണിക് ആൻഡ് എ ട്രാൻക്വിലൈസർ. ഞാനൊരു നെർവ് ടോണിക്കും ട്രാൻക്വിലൈസറും പ്രിസ്ക്രൈബ് ചെയ്തേക്കാം, എഴുതി വെക്കാം. നിങ്ങളത് കഴിച്ചു നോക്ക്.
ട്രാൻകുലൈസർ എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിൻ ടു ട്രീറ്റ് ടു റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറയ്ക്കാനുള്ള മെഡിസിനാണ് ട്രാൻകുലൈസർ. സ്ലീപ്പ് ഈസ് എസെൻഷ്യൽ. ഉറക്കം അത്യാവശ്യമാണ്. ഓർ ദ സിംറ്റംസ് വിൽ ഗെറ്റ് മോർ പ്രൊനൗൺസ്ഡ്. ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ഈ ലക്ഷണങ്ങൾ കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങണം എന്ന അഡ്വൈസ് കൂടി കൊടുത്തു ഡോക്ടർ. ബിപിൻ ബാബു ഫെൽറ്റ് സംവാട്ട് ബെറ്റർ ദ നെക്സ്റ്റ് മോർണിംഗിൽ ബിപിൻ ബാബുവിന് കുറച്ച് റിലാക്സേഷൻ തോന്നി, കുറച്ച് ബെറ്ററായി തോന്നി. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഹി റാങ് അപ്പ് ഹിസ് ഓഫീസിലോട്ട് ഫോൺ ചെയ്തു. ഗേവ് സം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. ആൻഡ് ദെൻ പ്രൊക്യൂർഡ് എ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഫോർ റാഞ്ചി ഫോർ ദ സെയിം ഈവനിങ്. ആ ദിവസം വൈകുന്നേരത്തിന് ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് റാഞ്ചിയിലോട്ട് പോകാനായിട്ട് ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റും ബുക്ക് ചെയ്തു. പ്രൊക്യൂർഡ് എന്ന് പറഞ്ഞാൽ ഗോട്ട് വിത്ത് എ ലിറ്റിൽ ഡിഫിക്കൽട്ടി, കുറച്ച് ബുദ്ധിമുട്ടോടെ ഒരു ടിക്കറ്റ് മേടിച്ചെടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. റാഞ്ചിയിലോട്ട് പോകാനുള്ള ടിക്കറ്റ്. ഇനി അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.